അതായത് എനിക്ക് മരണത്തെ കാണണം, മരണത്തെ ബോധപൂർവം സൃഷ്ടിച്ചാൽ നിങ്ങൾക്ക് മരണത്തെ അതിജീവിക്കാം. അതാണ് നമ്മുടെ ഭാരതത്തിന്റെ തത്വം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഏകാന്തതയിലിരുന്നത് ചെയ്തു. അപ്പോൾ ഒരു സമയത്ത് സ്വാമി രാമയൊക്കെ ചെയ്തതായിട്ട് പറയുന്നത്, ഹൃദയമെടുപ്പ് നിർത്തി കാണിച്ചതായിട്ട്. ചെയ്യാം. ഇവിടുത്തെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൗരാണിക സാധന എന്തെങ്കിലും ചെയ്താൽ ആദ്യം അതിനെ കളിയാക്കാൻ ഭരണവർഗം. പിന്നെ ഈ പൗരാണികത എന്തെങ്കിലും പറയാൻ വന്നാൽ അതിനെ അധിക്ഷേപിക്കുന്നത് ഒരു ഫാഷനാണ്, ഒരു അലങ്കാരവും. ജീവികൾ എന്ന് പറഞ്ഞാൽ കടലിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. വെള്ളം അവർ കരയേക്കാൾ കംഫർട്ട് വെള്ളത്തിലാണ്. അപ്പോ ഇവർക്ക് ചില ആളുകൾക്ക് കടലിന്റെ അടിയിൽ വെള്ളത്തിൽ ഇവർ മീൻ പിടിക്കാൻ പോണത് വേറെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ വേൾഡ് റെക്കോർഡ് 13 മിനിറ്റാണ്. ഇതുപോലെ തന്നെയാണ് പ്രാണായാമം. സാധാരണഗതിയിൽ ശ്വസിക്കുന്ന 13-14 മിനിറ്റ് പ്രാവശ്യം ഒരു മിനിറ്റിൽ ശ്വസിക്കുന്ന വ്യക്തി അതൊക്കെ അതിനെ ആയാമം ചെയ്യും. ഈ ആത്മാവ് ബോധപൂർവം ദേഹം വിടുന്ന പ്രക്രിയയാണ് സമാധി. നമഃ ശിവായ. റോബർട്ട് ലീ ഫ്രോസ്റ്റിന്റെ കവിത, ഒരു റോഡ് നോട്ട് ടേക്കൺ എന്നൊരു കവിതയുണ്ട്. അപ്പൊ അതില് നമ്മുടെ മുമ്പിൽ എപ്പോഴും മിനിമം 2 വഴികൾ വരും എന്നുള്ളതാണ്. അതിൽ ഏത് വഴി നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചാണ് നമ്മുടെ ജീവിതം പോകുന്നത്. പക്ഷെ ആ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഒരു വരവെന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അങ്ങയുടെ പേര് ശിവദാസൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ തുടങ്ങി. അന്നുണ്ടായിരുന്ന ചെറിയൊരു കലഹം, അതിൽ നിന്ന് എന്ന് മുതലാണ് അങ്ങ് വഴിമാറി സഞ്ചരിച്ചു തുടങ്ങിയത്? അല്ലെങ്കിൽ എന്തായിരുന്നു ആ ജീവിതത്തിൽ അതിന് ഒരു കാരണമായത്? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? വഴിമാറാൻ കാരണമുണ്ട്. കാരണം ഈ ആത്മീയതയും പിന്നെ ഈ ദൈവവിശ്വാസമൊക്കെ എന്നെ സംബന്ധിച്ചൊരു തമാശയായിരുന്നു. ഒരു സമയത്ത് കുട്ടിയിലെ അമ്മയുടെ കൂടെ അമ്പലങ്ങളിൽ പോകും. ഞാൻ ഈ അല്പം അക്രമവാസനയുള്ള കുട്ടിയായിരുന്നു, ഹൈപ്പറായിരുന്നു. അപ്പൊ ഈ വലിയ തെങ്ങിൽ വലിഞ്ഞു കയറുക, അതിന്റെ മുകളിലും താഴേക്ക് നോക്കുക. ഞാൻ ജനിച്ചത് വക്കത്താണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്നൊരു 50 മീറ്റർ മാറിയാൽ കായലാണ്, വലിയ അകത്തുമുറി കായല്, ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉള്ള വലിയ കായലാണ്. ഞാൻ ഇതിന്റെ അക്കരെ നീന്തുമായിരുന്നു കുട്ടിയിലെ. ഒരുപാട് നല്ല മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കായലിന്റെ അടിയിൽ പോയിട്ട് ഇരുന്ന് നോക്കുക, അതിന്റെ നിശബ്ദതയുടെ ശബ്ദം കേൾക്കുക. അറിയാത്ത എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ എക്സ്ട്രാ എനർജി എന്നും സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോ അച്ഛൻ ആയുർവേദ വൈദ്യനായിരുന്നു. അപ്പൊ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന വീട്. അപ്പോ ഈ പരാതി വരുമ്പോ ആൾക്കാർക്ക് പരാതി പറയാനും പാട് അച്ഛനോട് തോന്നുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഈ എനർജി ഇത് ശ്രദ്ധിച്ചപ്പോ അച്ഛനാണ് എന്നെ ഈ കളരിയിലേക്ക്, അപ്പോൾ എക്സ്ട്രാ എനർജി അവിടെ തീരട്ടെ എന്ന് വെച്ചാൽ പരിചയമുള്ളതായിട്ട് കുറച്ച് കളരി പഠിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നന്നായിട്ട് അത് പഠിച്ചു. പിന്നെ കോളേജ് തലത്തിലെത്തിയപ്പോൾ ആണ് ഈ എൻ്റെ അടുത്ത് ഡ്രാഗൺ സിനിമ ഇറങ്ങി ഓർമ്മയുണ്ട്, ബ്രൂസ്ലിയുടെ. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ആകർഷണനായി. പിന്നെ കരാട്ടെ, ബോക്സിങ്. 85-ലെ കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു ഞാൻ. പിന്നെ കരാട്ടയില് വർക്കലേശം കോളേജിലെ ആദ്യത്തെ ബ്ലാക്ക് ബെൽറ്റ്. അവിടുത്തെ ബെസ്റ്റ് ഡാൻസർ ആയിരുന്നു 2 വർഷം ഞാൻ, ഭരതനാട്യവും കുച്ചിപ്പുടി. അത് നല്ല റെയർ കോമ്പിനേഷൻ ആണല്ലോ, ഈ കരാട്ടയും ഇത് രണ്ടും കൂടെ. അങ്ങനെയാണ് ഈ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും എക്സ്ട്രീംസ് ഞാൻ അറിയാതെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തു. പിന്നെ കളരി തന്നെ ഞാൻ തെക്കനും വടക്കനും പഠിച്ചായിരുന്നു. തെക്കൻ കളരി മുടവൻമുകൾ കൃഷ്ണൻകുട്ടി ആശാന്റെ അടുത്തു നിന്നാണ് അവർ ഹയർ സ്റ്റഡീസ് നടത്തിയത്. പിന്നെ പാപ്പനംകോട് CVL രാമേന്ദ്ര ഗുരുക്കളായിരുന്നു വടക്കനിലെ. അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചു. പിന്നെ കൃഷ്ണൻകുട്ടി ആശാന്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ മർമ്മ വിദ്യ ശരിക്കും പഠിച്ചത്. പുള്ളി പിന്നെ ഇവിടുത്തെ ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് മർമ്മ ടെക്നീഷ്യനും ആയിരുന്നു. പിന്നെ അറിയാലോ ഈ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ പണ്ട് ഡിഗ്രി സബ്ജക്ട് ഏതായിരുന്നു? ജിയോളജി. അപ്പോൾ ഈ വക്കം വർക്കല ആ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഡിഗ്രി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒന്നേ ക്ലർക്കാകാം, പിന്നെ വലിയ പോലീസിലായിട്ടും പോവാം. പക്ഷെ അന്നത്തെ കളർഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോകാമല്ലോ. ഗൾഫുകാരന് നാട്ടിൽ ജോലിയുള്ളവനേക്കാൾ ഡിമാൻഡായിരുന്നു അന്ന്. അപ്പൊ ഞാനും എന്തായാലും ഗൾഫിൽ പോയി. കൊണ്ടുപോകാൻ കാര്യം എൻ്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നടന്ന് ഇങ്ങനെ കരാട്ടയും
അമ്മ പറയും കരാട്ടയും കബഡികൾ ഏട്ടൊക്കെ നടന്ന എടാ ജീവിക്കണ്ടേന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി. പിന്നെ അപ്പോൾ അവിടെ ഒരു കരാട്ടെ ഇൻസ്ട്രക്ടറായിട്ടാണ് പോയത്. ചെന്ന് നോക്കുമ്പോഴോ വലിയ വലിയ ക്ലബ്ബുകളിലൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടെ എന്നോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത് ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നൊക്കെ കരാട്ടെ പഠിച്ച ആശാന്മാരാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ പഠിച്ചിട്ട് പോയത് വലിയ നല്ല കരാട്ടെ ഒന്നുമല്ല, അവരതിൻ്റെ ഓതൻറ്റിക് സ്റ്റൈലിൽ പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ അറിയാലോ മലയാളി വീണടം വിഷ്ണു ലോകം. ഞാൻ അപ്പോഴേ പറഞ്ഞു കരാട്ടെ എൻ്റെ ഒരു സബ്സിഡിയറിയാണ്, നിനക്ക് വേണം ഞാൻ കളരി. ഈ കളരി 1-2 പെർഫോമൻസ് ഒക്കെ കാണിച്ചപ്പോൾ യുവന്മാര് പെട്ടെന്ന് അങ്ങ് സൈലന്റായി. എന്നിട്ട് ഇവരുടെ മുഖത്ത് വന്നത് വേറൊരു ഭാവമാണ്. അല്ലേ 1-2 പേര് വന്ന് കാലിൽ തൊടാൻ ശ്രമം. കാരണം ഇവൻ കേട്ടിരിക്കുന്നത് കളരി ഗുരുവിന്റെ പാദ നമസ്കാരം നടത്തണമെന്നാണ്. അവനത് ബഹുമാനത്തോടെ ചെയ്തപ്പോൾ ഞാൻ നിന്നങ്ങ് ചെറുതായി. കാരണം ഐ ന്യൂ ദാറ്റ് ഇവന്റെ ഈ ബഹുമാനം അർഹിക്കാനുള്ള, അത് സ്വീകരിക്കാനുള്ള അർഹത എനിക്കില്ല. കാരണം ഞാൻ പഠിച്ചത് അത്ര ആത്മാർത്ഥമായിട്ടൊന്നുമല്ല. അപ്പോ ഇവന്റെ ആ ഒരു സമർപ്പണം, പിന്നീട് അവരുടെ ആ ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ നാട്ടിനെ കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. ഇത്രയും ബഹുമാനത്തോടുകൂടി ഈ ആൾക്കാർ ഭാരതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കളരി ഈസ് ദ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ്, അതൊന്ന്. 2, ഇന്ത്യക്കാരനെന്ന് പറഞ്ഞാൽ മന്ത്രം അറിയാവുന്നവൻ എന്നാണ് അവൻ ധരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ചൈനക്കാരനെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കും ഇവൻ കുംഫു അറിയാവുന്നവനായിരിക്കുമോ, ജപ്പാൻകാരനെ കണ്ടാൽ ഇവൻ കരാട്ടെ മാസ്റ്റർ ആയിരിക്കും എന്നൊരു തോന്നൽ നമുക്ക് വരും. ചിലപ്പോൾ ഇവർ ഈ കരാട്ടയെ കുറിച്ചോ കുംഫുവിനെ കുറിച്ചോ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ധാരണ അതല്ല. ഇതുപോലെ ഈ ഇന്ത്യക്ക് വെളിയിലുള്ളവരുടെ ഒരു പൊതുധാരണ ഇന്ത്യക്കാരന്മാരെല്ലാം മന്ത്രം അറിയാവുന്നവരാണെന്ന്. അതിൻ്റെ ഒരു ബഹുമാനം, ഈ മന്ത്രത്തിന് ഇത്രയും ബഹുമാനം ഉണ്ടെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഈ കോളേജിലൊക്കെ നിരീശ്വരവാദവും എന്താണ് വയസ്സന്മാരെ കളിയാക്കലും ഒട്ടൊക്കെ നടന്ന്, അങ്ങനെയാണ് നമ്മളെ ഒരു നെറേറ്റീവ്. ഇവിടെ എന്തും പൈതൃകത്തെ അവഹേളിക്കുക, അവരെ പുച്ഛിക്കുക, അതാണ് അറിവിന്റെ സിമ്പൽ. അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. 2, ഈ ഞാൻ കൃഷ്ണൻകുട്ടി ആശാനെ കാണാൻ ചെല്ലുമ്പോൾ ഗൾഫിൽ പോയി വിസയൊക്കെ വന്നതിന് ശേഷം, അപ്പോൾ ആളെന്നെ നോക്കിയിട്ട് പറഞ്ഞു, പിള്ളേ നീ കടൽ കടന്നു പോവാണല്ലേ, അപ്പോൾ നീ ഇന്നിവിടെ നില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ജോഡി കോലപ്പ പിള്ള എന്ന് പറഞ്ഞ കക്ഷി, അവനും ഞാനും ഒരേ സൈസും ഒരേ വെയിറ്റും ഒക്കെ. അപ്പോൾ അവൻ്റെ തുടങ്ങി, കോലപ്പ ആളിൻ്റെ ഒരു അസിസ്റ്റന്റിനെ പോലെയാണ്. കോലപ്പ നീ 2 പൂവനെ വിളിച്ച് നിർത്ത്, മേടിച്ചിട്ട് പാന്ന് പറഞ്ഞു. ഇപ്പൊ പൂവൻകോഴിയിലാണ് ഈ മർമ്മം കുത്തി പഠിപ്പിക്കുന്നത്. അപ്പോ ഇതിനെ കുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊല്ലും. കാരണം ഇതിന്റെ മർമ്മം മുഴുവൻ കലങ്ങി പോകും, ചത്തുപോകും. അപ്പോ കോലപ്പനറിയാം മർമ്മം പഠിക്കാനായിട്ട് കോഴി മേടിച്ച അതിന്റെ കൂടെ കുപ്പിയും വേണോ. അങ്ങനെ കോലപ്പൻ ഒരു റമ്മുമൊക്കെ മേടിച്ചു, കോഴിയൊക്കെ മേടിച്ചു. അന്ന് രാത്രി കളരിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഉറക്കുമർമ്മം എന്നെ പഠിപ്പിക്കുന്നത്. അതങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കില്ലായിരുന്നു പുള്ളി. ഇപ്പൊ കോഴി ഇങ്ങനെ നമ്മൾ ചിറക് വിരിച്ച് കിടത്തിയിട്ട് കാലും കൂടെ പിടിച്ചു വെച്ചാൽ നമ്മൾ ഒരു മനുഷ്യൻ കമിഴ്ന്ന് കിടക്കുന്ന പോലെ ആ ബോഡി കാണാം. അതിലാണ് ഈ മർമ്മങ്ങൾ കുത്തി പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ഉറക്കുമർമ്മം വരെ പറഞ്ഞത്. കോഴിയെ മയക്കി പിടഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ട് ആ മർമ്മത്തിൽ ഇങ്ങനെ വിരൽ കുത്തുമ്പോഴത്തേക്ക് അതങ്ങ് ഉറങ്ങിപ്പോകും. എന്നിട്ട് മറുമർമ്മം അതിന്റെ ഒരു പ്രത്യേക 2 ബന്ധുക്കളിൽ വെച്ചിട്ട് വലിക്കുമ്പോൾ പെട്ടെന്ന് ഉണരും. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ആശാൻ കുത്തി കാണിക്കും, അതിനെ ഉറക്കും, എന്നിട്ട് ഉണർത്തിയിട്ട് പിന്നെ നമ്മളെ കൊണ്ട് കുത്തിച്ചിരിക്കും. അങ്ങനെ ഓരോരോ മർമ്മങ്ങളെ ഒരു 5 പഞ്ചമർമ്മങ്ങൾ ഉറക്കുമർമ്മം പറഞ്ഞാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് മനുഷ്യന് ഈ ബലം കൊടുത്താൽ ഉറങ്ങുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ അല്പം ബലം പ്രയോഗിക്കണം. മർമ്മം കൂടുതലായി പോയാൽ മർമ്മക്ഷതം ഉണ്ടാവും. മർമ്മക്ഷതം ഉണ്ടായാൽ പിന്നെ അത് ക്രമേണ രോഗമാകും, പിന്നെ അത് മരിച്ചു പോകും. അതുകൊണ്ടാണ് ഈ പോലീസുകാരൊക്കെ ഈ കുനിച്ചു നിർത്തിയൊക്കെ ഇടിക്കുമല്ലോ, മുട്ടുവെച്ചൊക്കെ. ഇത് ചില മർമ്മങ്ങൾ ചതഞ്ഞാൽ പിന്നെ അവനെ രക്ഷിച്ചെടുക്കുന്ന കാര്യം വലിയ പാടാണ്. ഈ ബാഹ്യമായിട്ടുള്ള പേശി ക്ഷതങ്ങളെല്ലാം ആചാരോപചാരങ്ങളിലൂടെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. ചില സമയത്ത് ഈ മർമ്മം കലങ്ങി പോകും. മർമ്മം കലങ്ങിയാൽ അത് പ്രാണമയ കോശത്തിൽ ആ ഡാമേജ് ഉണ്ടാവും. അവൻ പിന്നെ എന്ത് ചെയ്താലും ക്രമേണ ഈ ശോഷിച്ച് ശക്തി ക്ഷയിച്ച് വരുന്നതറിയാം. പിന്നെ അവൻ മാറാരോഗിയായി മാറും. അപ്പോൾ
എന്തായാലും ഈ മർമ്മങ്ങളും കൂടെ ഒക്കെ പഠിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ആശാനോടൊപ്പം നിന്ന് ഈ കഴുത്ത് വേദന, നടുവേദന, അതൊക്കെ സിമ്പിളാണ്, പിള്ളേർ കളിയാണ് എനിക്ക്. പക്ഷെ അവിടെ വലിയ വലിയ ആൾക്കാർക്കാണ് പ്രധാനമായിട്ടും നടുവേദനയും കഴുത്ത് വേദനയും കുറവുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് 3 കാര്യം വളരെ സിമ്പിളാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ പ്രശസ്തനായി. ദ ഗായ് വിത്ത് മാജിക് ഫിംഗേഴ്സ് എന്നാണ് എന്നെ അവിടെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കൊട്ടാരത്തിൽ പോകുമായിരുന്നു, മന്ത്രിമാരുടെ അടുത്ത്, അണ്ടർ സെക്രട്ടറിമാരും ബിസിനസ് ടൈക്കൂൺസ് അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു പ്രൈവറ്റ് ഇൻസ്ട്രക്ടറായിരുന്നു. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം ഉണ്ടായത്. ഈ അധികാരം കൊണ്ടും മൈൻഡ് പവറും മസിൽ പവറും കൊണ്ട്, അല്ലെങ്കിൽ മണി പവറും മസിൽ പവറും കൊണ്ട് എന്തും നേടാവുന്നൊരു വിഭാഗം മിഡിൽ ഈസ്റ്റിലുണ്ട്. അധികാരവും പണവും. അവരെ പണം നമുക്ക് സങ്കല്പിക്കുന്നതിനപ്പുറമാണ് ഇവരുടെ വെൽത്ത്. പക്ഷെ ഇവർ പരാജയപ്പെടുന്ന 2 സ്ഥലങ്ങളുണ്ട്, രോഗവും മരണവും. ഇത് രണ്ടിൻ്റെയും മുമ്പ് അധികാരത്തിനും പണത്തിനും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതും നേരത്തെ ഇന്ത്യക്കാരൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഈ രോഗവും മരണവും പരാജയപ്പെടുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇവന്മാർ സർവ്വസംഘ പരിത്യാഗികളുമാണ്. പണവും അധികാരവും ഒന്നും എനിക്ക് വേണ്ട, രാജാവ് എണീറ്റ് നിൽക്കും ഈ അറിവുള്ളവൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ഞാനിത് നോക്കുമ്പോൾ, ഞാനവിടെ പോയത് പണം ഉണ്ടാക്കാൻ. പക്ഷെ എത്രയാണ് അവനുള്ള പണമെന്ന് അറിഞ്ഞുകൂടാത്ത പിന്നെ ഇവരുമുണ്ട്, ഈ സമ്പന്നരുണ്ട്. ഞാൻ അതിശയോക്തി പറയല്ല. പക്ഷെ ഇപ്പോൾ നമുക്കൊരു 100 കോടി രൂപ ബാങ്കിൽ കിടക്കുന്നു എന്ന് വയ്ക്കുക. 100 കോടി രൂപ ബാങ്ക് കിടക്കുകയാണെങ്കിൽ മിനിമം 7% പലിശ വെച്ചിട്ട് 70 ലക്ഷം രൂപ പെർ മന്ത് വരണം. 70 ലക്ഷം രൂപയെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 365 ഭാഗിച്ചാൽ എത്ര വരും? അപ്പൊ ദിവസം എത്ര? പിന്നെ അതിനെ കൂട്ടുമ്പോൾ അങ്ങനെ വെച്ച് ഒരു നിമിഷത്തിൽ ഇത് എത്ര വളരുന്നു? ഈ 100 കോടിയുടെ സ്ഥലത്ത് ഒരു 10,000 കോടി ബാക്കി കിടക്കുന്നതിന്റെ അവസ്ഥ ചെയ്യും. അല്ലെങ്കിൽ 1 ലക്ഷം കോടി കിടക്കുന്നവന്റെ അത്രയൊക്കെ കാശുള്ളവരുണ്ട്. അപ്പൊ ഇത് ദിവസം സെക്കൻഡ് ബൈ സെക്കൻഡ് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം പണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്കത് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ പക്ഷെ ഇവനും ഡോക്ടേഴ്സ് പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് പറയും, സോറി, ബോഡി ഈസ് നോട്ട് റിയാക്ടിങ് ടു മെഡിസിൻ. ദേഹം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഡോക്ടർക്ക് എന്ത് റോള്? ഇവൻ എത്ര $1,00,000 കൊടുത്താലും ഡോക്ടർക്ക് മരുന്ന് ശരീരം സ്വീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ഈ സമയത്ത് ഇവന്റെ കണ്ണിൽ കാണുന്ന ഒരു അങ്കലാപ്പുണ്ട്, ഭയം. സർവ്വതും നേടി, അല്ലെങ്കിൽ ഞാൻ ഇത്രയും അധികാരവും സൗഭാഗ്യവും എല്ലാം ദേ എന്നിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്നുണ്ടാകുമ്പോൾ അതിന് തയ്യാറാകാത്തൊരു മനുഷ്യന്റെ അങ്കലാപ്പ്, അതൊന്ന് അനുഭവിക്കേണ്ടതന്നെ. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നീ പണം ഉണ്ടാക്കാനോട് വന്നത്, എന്തായാലും ഇവരെ പോലെ എന്തായാലും പണം ഉണ്ടാക്കാൻ പോണില്ല. അപ്പോ നീ സമ്പന്നനായാലും ഈ പരാജയത്തെ നീ നേരിടേണ്ടി വരും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയിലെ പരാജയം എനിക്ക് ദഹിക്കാത്ത ഒരു വസ്തുവായിരുന്നു. ഇപ്പോൾ ഒരു മത്സരത്തിന് പോയാൽ തന്നെ ഒരു പ്രാവശ്യം എനിക്ക് അത് ആ ബൗട്ട് ലൂസ് ആയാൽ അടുത്ത പ്രാവശ്യം ഇവനെ ജയിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഈ പരാജയം എന്നെയും മരണം അല്ലെങ്കിൽ രോഗം പരാജയപ്പെടുത്തും എന്ന ആ ഒരു അറിവ് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവിടെയാണ് ഞാൻ ഈ ആത്മീയ മാർഗത്തിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അച്ഛനിൽ നിന്ന് ഞാൻ കേട്ട കഥകളിൽ, നല്ല പുരാണ കഥകളൊക്കെ എന്നോടെ ഒരു 5-10 പേര് കൂടും, അവർക്ക് സംവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ കേട്ട കാര്യങ്ങൾ എപ്പോഴും ചിരഞ്ജീവിത്വം, അമരത്വം, ഇതൊക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന പോയിന്റ്സ് ആയിരുന്നു. അന്ന് ഞാനത് അവഗണിച്ചെങ്കിലും ഇന്ന് അതാണ് ഈ വീട്ടിൽ നിന്നൊക്കെ കേൾക്കുന്നത്, ഇങ്ങനെ വിത്ത് പോലെ ഉള്ളിൽ കിടക്കും. അത് ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചു, പുസ്തകങ്ങളെടുത്തു, പഠിച്ചു, നോക്കി. അപ്പൊ ഇതെങ്ങനെയാണ് അറ്റൈൻ ചെയ്യേണ്ടത്? അതിന് ഏറ്റവും നല്ല മാർഗം കുണ്ടലിനി യോഗം അല്ലെങ്കിൽ മഹായോഗം എന്ന് പറയാം, സിദ്ധയോഗം. ഇത് പഠിക്കണമെങ്കിൽ നേരിട്ടുള്ള അനുഭവത്തിൽ ഈ മാറ്റർ, ശരീരത്തിന്റെ ആ പരിമിതികളെ അതിലംഘിച്ച് അപരിമിതമായ ബ്രഹ്മത്തിൽ ലയിക്കുന്ന ഒരവസ്ഥയാണ് അമരത്വം. അതിന് ഒരു അനുഭവസമ്പന്നനായ ഗുരുവിന്റെ ശിക്ഷണത്തിലേ അത് പഠിക്കാവൂ എന്നുള്ള നിർദ്ദേശമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ കളർഫുള്ളായിട്ടുള്ള എൻ്റെ ഗൾഫ് ജീവിതം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരു ആത്മാന്വേഷിയായി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. സ്വയം കാഷായമൊക്കെ കൊടുത്ത് പിന്നെ ഏകദേശം ഒരു 9 മാസത്തോളം ഞാൻ ഇന്ത്യ മുഴുവൻ ഒരു സന്യാസിയായിട്ട് അലയുമായിരുന്നു.
ഒരു ഗുരുവിനെ കണ്ടെത്താനായി. ഒടുവിൽ ഇന്ത്യ മുഴുവൻ അലഞ്ഞിട്ടും ആരെയും കണ്ടില്ല. ഒരുപാട് പേരെ കണ്ടു, അതൊന്നും എൻ്റെ ഗുരു ആയിരുന്നില്ല. ഒടുവിൽ ഈ പാരിപ്പള്ളിയിൽ കാന്തിമഠം എന്നൊരു ചെറിയൊരു ആശ്രമം, ചികിത്സയൊക്കെ ഉണ്ട്. അവിടെയുള്ള ധർമാനന്ദ സ്വാമിയെ ഞാൻ നേരിട്ട് കാണുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെ ആവണം. അത് ഇറ്റ് വാസ് എ ഫീലിംഗ്. പിന്നെ അദ്ദേഹമായിട്ടുള്ള സംസാരത്തിലൂടെ അത് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അദ്ദേഹം എന്നെ അത് ശ്രീവിദ്യ അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രോപാസനയാണ് കുണ്ടലിനി യോഗം, അതിൽ ദീക്ഷ തന്നു. പിന്നെ ഞാൻ എൻ്റെ ഏകാന്തവാസം തുടങ്ങി. അതിൽ നല്ലൊരു സമയം ഞാൻ ഈ കുളത്തൂപ്പുഴ അരിപ്പ വനത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് എനിക്ക് മരണത്തെ കാണണം, മരണത്തെ ബോധപൂർവം സൃഷ്ടിച്ചാൽ നിങ്ങൾക്ക് മരണത്തെ അതിജീവിക്കാം. അതാണ് നമ്മുടെ ഭാരതത്തിന്റെ തത്വം. അതെ, രമണ മഹർഷി കാണിച്ചിരുന്ന വഴി. അതെ, അത് നല്ല സിദ്ധന്മാരെല്ലാം അതുവഴി തന്നെയാണ് പോയത്. അതായത് 2.5 മിനിറ്റ് നാം ശ്വസിച്ചില്ലെങ്കിൽ ഓക്സിജൻ ബ്രെയിനെ ബ്ലോക്ക് ചെയ്താൽ മരിക്കും, ബ്രെയിൻ ഫംഗ്ഷൻ നിർത്തും. 3 മിനിറ്റ് ഓക്സിജൻ ബ്ലോക്ക് ചെയ്താൽ ഹൃദയം നിൽക്കും. ഇത് ആധുനിക ശാസ്ത്രം. എന്നാൽ കൃത്യമായ സാധനകളിലൂടെ നമുക്ക് 5 മുതൽ 8 മിനിറ്റ് 10 മിനിറ്റ് വരെയൊക്കെ ശ്വാസത്തെ നിർത്താം. അപ്പൊ കേൾക്കുമ്പോൾ അതൊരു അമിത അവകാശവാദം അല്ലേന്ന് തോന്നാം. എന്നാൽ നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഏകാന്തതയിൽ ഇരുന്നത് ചെയ്തു. അപ്പോൾ ഒരു സമയത്ത് സ്വാമി രാമയൊക്കെ ചെയ്തതായിട്ട് പറയുന്നത്, ഹൃദയമെടുപ്പ് നിർത്തി കാണിച്ചതായിട്ട്. അത് ചെയ്യാം. ഇവിടുത്തെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പൗരാണിക സാധന എന്തെങ്കിലും ചെയ്താൽ ആദ്യം അതിനെ കളിയാക്കാൻ ശ്രമിക്കും. അപ്പോൾ സീരിയസ് ആയിട്ടുള്ളവർ പതുക്കെ സൈലൻസിലോട്ട് മാറും. പിന്നെ അഥവാ ഇപ്പൊ എന്നെ പോലെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി അല്പം പഴയ കരാട്ടയും കളരിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് ഞാൻ അത് എൻ്റെ കാര്യം ഞാൻ ഇതാണ് പറയുന്നത്, ഞാനിത് ചെയ്യും എന്ന് ഞാൻ മുഖം മുറിഞ്ഞ് തന്നെ പറയും. അപ്പോൾ പിന്നെ ചെയ്യുന്നത് അവഗണിക്കലാണ്. ഈ സോ കോൾഡ് സയന്റിസ്റ്റുകൾ ഇവിടെ കുറെ ആശാന്മാരുണ്ട്. എല്ലാ ശാസ്ത്രം ഇവന് മനസ്സിലാവാത്തതൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കാൻ കുറെ ഡയലോഗുകളുമായിട്ട് നടക്കും. അപ്പൊ ഇവരുടെ കയ്യിലാണ് ഈ ആധുനിക സമൂഹം, ഭരണവർഗം. പിന്നെ ഈ പൗരാണികത എന്തെങ്കിലും പറയാൻ വന്നാൽ അതിനെ അധിക്ഷേപിക്കുന്നത് ഒരു ഫാഷനാണ്, ഒരു അലങ്കാരവുമാണ് അതിപ്പോ. അപ്പൊ അതുകൊണ്ട് ഇതിനെ ആശയപരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ഇവിടെ പരിമിതികളുണ്ട്. പക്ഷെ ഇനി അത് മാറി വരും. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സീ നൊമാഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഇന്തോനേഷ്യ, മലേഷ്യ, നൊമാഡിക് ട്രൈബുകൾ കേട്ടിട്ടുണ്ട്. അതെ, ഈ കടൽ അല്ലല്ല, കടൽ ജീവികളാണ്. ജീവികൾ എന്ന് പറഞ്ഞാൽ കടലിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. വെള്ളം അവർ കരയേക്കാൾ കംഫർട്ട് വെള്ളത്തിലാണ്. അപ്പോ ഇവർക്ക് ചില ആളുകൾക്ക് കടലിന്റെ അടിയിൽ വെള്ളത്തിൽ ഇവർ മീൻ പിടിക്കാൻ പോണത് വേറെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ. വേൾഡ് റെക്കോർഡ് 13 മിനിറ്റാണ്. ഇവൻ വെള്ളത്തിനടിയിൽ മീൻ പിടിക്കാൻ പോകും. അപ്പൊ 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ വെള്ളത്തിനടിയിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ മണലൂറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും കപ്പാസിറ്റി ഇത്രയും എത്തില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി. അതെ, അപ്പോ ഇവരുടെ സ്പ്ലീനിന്റെ സൈസ് ഇത്തിരി വലുതാണ്. അപ്പോൾ ഈ ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സാധന അല്ലെങ്കിൽ അഭ്യാസം കൊണ്ടാണ് ഇവൻ വരുത്തിയത്. ഇതുപോലെ തന്നെയാണ് പ്രാണായാമം. സാധാരണഗതിയിൽ ശ്വസിക്കുന്ന 13-14 മിനിറ്റ് പ്രാവശ്യം ഒരു മിനിറ്റിൽ ശ്വസിക്കുന്ന വ്യക്തി പതുക്കെ അതിനെ ആയാമം ചെയ്യും. അത് മിനിറ്റിൽ 1 പ്രാവശ്യമാക്കും. പിന്നെ അത് 1.5 മിനിറ്റിൽ 1 പ്രാവശ്യം, 2 മിനിറ്റ് 1 പ്രാവശ്യം, അങ്ങനെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് 3 മുതൽ 5 മിനിറ്റ് വരെയൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രാണൻ ദേഹം വിടാനൊരു ടെൻഡൻസി കാണിക്കും. ഈ ആത്മാവ് ബോധപൂർവം ദേഹം വിടുന്ന പ്രക്രിയയാണ് സമാധി.